പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂലൈ മാസം 4-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒക്കെ ഒന്ന് ഉയർത്തി അല്പസമയം കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പ അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു, അങ്ങ് നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയുന്നു, അങ്ങ് പുലർത്തുന്ന വിധങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നപ്പാ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം 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 പിതാവേ, സ്തോത്രം പിതാവേ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു, അങ്ങയുടെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ, നന്ദി പറയുന്നു പിതാവേ, നന്ദി പറയുന്നു. അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 കർത്താവേ. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. സങ്കീർത്തനം അതിന്റെ 32:11 പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിൽ ആനന്ദിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിൽ ആമേൻ 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 സന്തോഷിച്ച് ആനന്ദിപ്പാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയം സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ അടുക്കിലേക്ക് വരിക. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കൃപയിൽ പൊതിയുന്നതിന് സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോരുത്തരുടെ മേലും അങ്ങനെ വലിയ കൃപയാവരിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. അവൻ പല്ലിന് നാളുകളായുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പല്ലിനുള്ള നാളുകളായുള്ള ബുദ്ധിമുട്ടുകൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അവൻ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അവൻ മരണഭയത്തിലൂടെ കഴിഞ്ഞു പോകുന്നവർ, അയ്യോ മരിച്ചു പോകുമോ, അയ്യോ അങ്ങനായി സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ കഴിയുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. ഭയങ്ങൾ ആമേൻ യേശുവിൻ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോകട്ടെ. തോൽവി വരുമോ എന്നുള്ള ഭയം, ആമേൻ ആ രോഗം വരുമോ എന്നുള്ള ഭയം, കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമോ എന്നുള്ള ഭയം, ആമേൻ അങ്ങനെ ദോഷങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഭയങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിപൂർണ്ണ സ്വസ്ഥത കർത്താവേ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് സ്തോത്രം. ആമേൻ. ശാരീരികമായ ക്ഷീണങ്ങൾ മാറട്ടെ, ആയുസ്സോടെ ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ, ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. ഇവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ, ദൈവകൃപയുള്ളവരായി തീരട്ടെ. പരിശുദ്ധാത്മാ നിറവിൽ മുന്നേറുവാൻ സഹായിക്കണം. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. ആമേൻ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ വിരളമെന്ന് തിരുവെഴുത്തി പറയുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കണമേ. അഭിഷേകത്തോടെ ആമേൻ ആത്മശക്തിയോടെ ശുശ്രൂഷിക്കുന്ന അനേകരെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് താങ്ക് യു ലോർഡ്. ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ഇന്ന് ഇത് ആരൊക്കെ കേൾക്കുന്നവരുടെ ഭവനത്തിനകത്ത് ദൈവിക സ്വസ്ഥതയും പ്രൊട്ടക്ഷനും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ വായിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യമാണ്. ആമേൻ. നമ്മൾ അവിടെ വായിക്കുമ്പോൾ
നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവിക നീതി ലഭിച്ചു എന്നുള്ളതാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവിനെ നമുക്ക് വേണ്ടി എന്താക്കി? പാപമാക്കി മാറ്റി. സ്തോത്രം. അപ്പം യേശു ക്രിസ്തു, നാം പാപം അറിയാത്തവനായ യേശുവിനെ നാം ക്രിസ്തുവിൽ നീതിമാന്മാരായി തീരുവാൻ എന്ത് സംഭവിച്ചു? യേശുവിനെ പാപമാക്കി മാറ്റി. അപ്പം ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ആരുമായിക്കോട്ടെ, ഏതു രീതിയിൽ ജീവിച്ച വ്യക്തിയുമായിക്കോട്ടെ, ആ വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യമായി, ആമേൻ, പ്രവൃത്തിയാലോ കർമ്മങ്ങളാലോ ക്രിയകളാലോ അല്ല, വിശ്വാസത്താൽ ആ വ്യക്തിക്ക് നീതീകരണം ലഭിക്കുക ചെയ്തത്. അപ്പൊ നീതിമാൻ എന്ന പദവിയിലേക്കാണ് ഒരു വിശ്വാസി അവൻ വരുന്നത്. യേശു ക്രിസ്തുവിൽ ഒരുത്തൻ വിശ്വസിക്കുമ്പോൾ അവൻ ലഭിക്കുന്ന പദവി എന്ന് പറയുന്നത് നീതീകരണം, നീതീകരിക്കപ്പെട്ടു, നീതിമാനായി എന്നുള്ള ആ ഒരു മഹാപദവിയാണ് ലഭിക്കുന്നത്. അപ്പൊ നീതിമാനായ ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ പിന്നെ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ക്രിസ്തുവിൽ ആശ്രയിച്ച് എങ്ങനെ മുന്നേറുന്നു, അതിനെല്ലാം ദൈവം പ്രതിഫലം കൊടുക്കും. ആമേൻ. അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം തുറന്നിരിക്കും. അതായത് ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം തുറന്നിരിക്കും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ഇത് അനുഗ്രഹമാണ്. അതായത് നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചത് മുഖാന്തരം നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഇന്ന് കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ തലമുറകളിലേക്ക് നിങ്ങൾ കൈമാറുകയാണ്. നിങ്ങളുടെ തലമുറ ഒരിക്കലും, ആമേൻ, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അപ്പമിറക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവർ തുണയില്ലാതിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറയാൻ, ഞാൻ ബാലനായിരുന്നു, ഞാനിപ്പോൾ വൃദ്ധനായി പ്രായമുള്ളവനായി മാറി. പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ച, നീതിമാനായവൻ ഒരിക്കലും തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല, അവന്റെ സന്തതി അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം പറയുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവ പൈതലെ, നിങ്ങളോ നിങ്ങളുടെ തലമുറയോ അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ വന്നിരിക്കുക. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ അത് നിങ്ങളുടെ തലമുറയ്ക്കും അവകാശമായിക്കൊണ്ടിരിക്കുക. അവൻ കർത്താവിന്റെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ നാവിൽ പകർന്ന വചനം, നിന്റെ മേൽ പകർന്ന ആത്മാവ് നിന്റെ സന്തതിയിലേക്കും കൈമാറ്റപ്പെടും. അതായത് നിന്റെ തലമുറകളിലേക്കും കൈമാറപ്പെടുക. അതാണ് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഔന്നത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കർത്താവിനെ സേവിക്കുന്നത്, നിങ്ങൾ ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, നിങ്ങൾ ഇന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നിങ്ങൾ സാമ്പത്തികമായ സഹായങ്ങൾ ദൈവരാജ്യത്തിൽ ചെയ്യുന്നത്, നിങ്ങൾ ആരാധിക്കാൻ സമയം മാറ്റിവെക്കുന്നത്, പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെക്കുന്നത്, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങളുടെ കർത്തദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടമല്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത ജനറേഷനും ഇത് അനുഗ്രഹമായി തീരും. ആമേൻ. സദൃശവാക്യത്തിൽ പറയുന്നു, മക്കൾക്കും മക്കളുടെ മക്കൾക്കും എന്നൊക്കെയാ പറയുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നു, അവന്റെ ശേഷം അവന്റെ മക്കളും അനുഗ്രഹിക്കപ്പെടും. പിന്നെ പറയുന്നു, ആമേൻ, ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു എന്ന് വെച്ചാൽ അതുപോലുള്ള ആത്മീക അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നെങ്കിലും അതിന് പ്രതിഫലമുണ്ട്. ഒന്നും വൃഥാവായിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യണ്ട, വൃഥാവായി ദൈവത്തെ സേവിക്കേണ്ട, വൃഥാവായി ദൈവത്തെ ആരാധിക്കേണ്ട, വൃഥാവായി ദൈവവേല ചെയ്യേണ്ട. ഇതിനെല്ലാം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്കും പ്രതിഫലമുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. അവരുടെ അടുത്ത തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ, അടുത്ത തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിൽ ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഇവരിൽ ലഭിച്ചിരിക്കുന്ന വചനം, ഇവരിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് അവരുടെ തലമുറയിലേക്കും പകരപ്പെടുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. July is the month of divine rest. ക്രിസ്തുവിൽ ആമേൻ, സ്വസ്ഥതയിൽ, ദൈവിക സ്വസ്ഥതയിൽ ഇരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.